Okay, good morning all of you. All of you mark your attendance. Please mark your attendance. Don't forget it. ഓക്കെ, അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാ? കൂട്ടക്ഷരങ്ങളാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആർ യു റെഡി? യെസ് പറഞ്ഞേ മക്കളൊന്ന് ഉഷാറായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് കൂട്ടക്ഷരങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലെ. കൂട്ടക്ഷരങ്ങൾ നമ്മള് ഇക്ക അല്ലെ, കായുടെ ദിക്ക, ചായുടെ ഇച്ച, ടായുടെ ഇട്ട, ടായുടെ ഇത്ത, പായുടെ ഇപ്പ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ങ ഇന്ന, ഞ ഇഞ്ഞ, ന ഇന്ന, ന ഇന്ന, മ ഉമ്മ അല്ലെ. ഇത്രയും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അതിൽ കുറേയും കൂടെ ബാക്കിയുണ്ട് അല്ലെ, കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണുള്ളത്? ഇങ്ക. നമുക്ക് ഇന്ന് ഇങ്ക പഠിക്കാം അല്ലെ. ഇങ്ക ഉണ്ട്, ഇഞ്ച ഉണ്ട്, ഇട്ട ഉണ്ട്. നെക്സ്റ്റ് ഏതാ? ഇന്ത, ഇമ്പ, ഉവ്വ, ഇയ്യ, ഇല്ല, ഇള്ള, ഇറ്റ. ഇത്രയും കൂടെ അതിലുണ്ട് കൂട്ടക്ഷരങ്ങൾ അല്ലെ. നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളതിൽ ഇത്രയും കൂട്ടക്ഷരങ്ങളോട് ഉണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇന്ന് ഇങ്ക എങ്ങനെ എഴുതും? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ നോക്കണ്ടേ? അപ്പൊ മൊത്തം നമ്മളൊന്ന് എഴുതുന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്, അതായത് കൂട്ടക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എഴുതാം. എല്ലാരും കൂടെ എഴുതിക്കോ. ആരാ എഴുതുന്ന ഫസ്റ്റ് നോക്കട്ടെ? മിസ്സാണോ എഴുതുന്നത്, മക്കളാണോ നോക്കട്ടെ? ഓക്കെ, കായാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. ഇക്ക. നെക്സ്റ്റ് ഇച്ച, ചായുടെ ഇച്ച. ഇച്ച. നെക്സ്റ്റ് ഇട്ട, ഇട്ട. ഇത്ത, വ്യഞ്ജനങ്ങളെ ഓർക്കാൻ വേണ്ടി മിസ് ഒരു സൂത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ നിങ്ങളിപ്പം ആദ്യം സ്ലേറ്റിൽ എഴുതി പഠിക്കുക. അതിനുശേഷം നമ്മുടെ കുറച്ച് പേരും എഴുതിയിട്ടിട്ടുണ്ട് ഹോംവർക്ക്. ഏത്? നമ്മുടെ അക്ഷരദീപം ബുക്കില് ഇക്ക, ഇച്ച, ഇട്ട, ഇത്താപ്പ എന്നുള്ള ആ ഭാഗമാണ് നമ്മളിപ്പോ അക്ഷരദീപത്തിൽ എഴുതേണ്ടത് കേട്ടോ. ഓരോന്നോരോന്നായി നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. അത് നിങ്ങൾ 2 ലൈൻ ബുക്കിലും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അക്ഷരദീപം ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ 2 ലൈൻ ബുക്കിലും എഴുതണം. ഓക്കെ, എന്നെക്കാണി ഫസ്റ്റ് കഴിഞ്ഞോ? വെരി ഗുഡ്, മിസ്സിനെ തോൽപ്പിച്ചു. ഇങ്ങ, ഇനി ഇഞ്ഞ, ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്. ഇഞ്ഞ മഞ്ഞൾ അല്ലേ. ഇന്ന കണ്ണ്, വെണ്ണ. ഇന്ന. നെക്സ്റ്റ് ഇന്ന, ഇന്ന. മക്കള് നല്ല മക്കളാണല്ലോ. ഇന്ന, ഇനി ഇമ്മ. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മള് പഠിച്ചത്. ഓക്കെ, ഉമ്മ. ഓക്കെ, എല്ലാം എഴുതാം. ഇഞ്ഞ, ഇന്ന, ഇന്ന, ഉമ്മ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ചാണി. ഇനി നമുക്ക് ഇന്നേതാ പഠിക്കാനുള്ളതെന്ന് അറിയോ? ഇങ്ക എഴുതാം നമുക്ക് അല്ലെ. അല്ലെങ്കിൽ യാ, ഇയ്യ, ല, ഇല്ല, വ, ഉവ്വ, ഉള്ള ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാൻ മതി അല്ലെ. നമുക്ക് ഇയ്യ. ഓക്കെ, ഇന്ന് നമ്മൾ ഇനി പഠിക്കുന്നത് യായുടേതാണ്. ശ്രദ്ധിക്കണേ, നമുക്ക് ഇന്ന് ഇത്ര വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. മക്കളെല്ലാവരും എഴുതിയോ നോക്കട്ടെ? എല്ലാവരും എഴുതിയോ? വെരി ഗുഡ് ഷാസിൽ. നോക്കട്ടെ,
എഴുതി വരലൊന്ന് കാണിച്ചു തന്നെ മിസ്സിനെ, സ്ലൈറ്റ് കാണിച്ചു തന്നെ. കഴിഞ്ഞ കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഫാത്തിമ ലുബാബ വെരി ഗുഡ്. കഴിച്ച ഇട്ട ഇട്ട ഉപ്പ ഇങ്ങ ഇഞ്ഞ ഇണ്ണ ഇന്ന ഉമ്മ. ഓക്കെ. എൻ ഷഹല് കഴിച്ച ഇട്ട ഇട്ട ഉപ്പ ഇങ്ങ ഇഞ്ഞ. നെക്സ്റ്റ് വെരി ഗുഡ് വെരി ഗുഡ്. കാണിക്കണോ റഫാനെ? നൂഹാസ്മിൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ വെരി ഗുഡ്. വൈഗാക്കെ വെരി ഗുഡ്. ഏദൻ ജെ മാത്യു വെരി ഗുഡ്. ഫാത്തിമ ജാബിർ വെരി ഗുഡ്. നെക്സ്റ്റ് ആര് എഴുതിയേ നോക്കട്ടെ. എന്ത് പറ്റിയ അൻവിതൊക്കെ മറന്നുപോയോ അൻവിത? കരീൻ എന്തിനാടാ നോക്കി എഴുതി. അഹല്യ വെരി ഗുഡ്. നിരാശ വെരി ഗുഡ്. നല്ല വൃത്തി എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി ആരൊക്കെ എഴുതാനുള്ളത്? എഴുതാനുള്ള മക്കൾ ഇവിടെ നോക്കി എഴുതുക. പഠിച്ചെടുക്കണേ, എഴുതാൻ പഠിക്കണം മക്കൾ. ഇതാ ഇക്ക ഇച്ച ഇട്ട ഇട്ട ഇപ്പ ഇങ്ങ ഇഞ്ഞ ഇന്ന ഇന്ന ഉമ്മ. ഓക്കെ. ഇയ്യയും പഠിച്ചു ഷാനി. ഓക്കെ. നമ്മൾ ഇന്ന് ഇയ്യായാണ് എഴുതുന്നത്. ശ്രദ്ധിക്കുക. ഇത്രയും കംപ്ലീറ്റ് പഠിച്ചോ എല്ലാവരും? അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പഠിക്കാൻ പറ്റും. ഇനി ഇന്ന് എഴുതാത്തവരാരൊക്കെ ഉണ്ട്? ഷാസിൽ വെരി ഗുഡ്. ഷാസിൽ എന്താ എഴുതിയേ? ചിത്രം വരച്ചു ഷാസിൽ എഴുതിയത് അല്ലേ? ഇനി ആരൊക്കെ എഴുതാത്തെ? ആദിശ് എഴുതിയ മോനെ? വെരി ഗുഡ്. അഹല്യ, ഏബൽസിൻഡോ, ആദിയ മധു, ഐവിൻ ജോസഫ് എഴുതി. വെരി ഗുഡ്. ആയിഷ മാന, റഫാൻ, ഏതൻ എഴുതി. ഏതൻ എന്താ? ഇയ്യയും എഴുതി. വെരി ഗുഡ്. ഉമർ ജാഫർ ഫിനിഷാണോ? യെസ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്കെന്നാ അടുത്തത് എഴുതാം. റിയാൻ എഴുതിയോ? റിയാൻ ഓക്കെ. മിസ് ഇത് ക്ലിയർ ചെയ്യുന്നേ, കളയുന്നേ. നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് യാ. യാ എങ്ങനെ എഴുതും? യാ രാ ലാ വാ എന്നുള്ള യാ. ആദ്യം യാ എഴുതുക മക്കള്. യാ ഇതല്ലേ യാ എന്ന അക്ഷരം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? നമ്മളെ ചാക്ക് ഒരു സാധനം നേരത്തെ ഇട്ടില്ലേ? ഈ ഇടാൻ അതേപോലത്തെ ഒരു സാധനം ഇവിടെ. ഇതാണ് യാ. യായുടെ കൂട്ടക്ഷരം ഇയ്യ. ഓക്കെ. കുറെ പ്രാവശ്യം എഴുതി എഴുതി പഠിക്കുന്നുണ്ട്. യാ ഇയ്യ. ഇയ്യ എഴുതി പഠിച്ചോ എല്ലാവരും? വെരി ഗുഡ്. ലുബാബ എഴുതിയിട്ടുണ്ട്. ഉമർ ജാഫർ, ഇഷാനി. നെക്സ്റ്റ് വെരി ഗുഡ്. ശാസ്ത്ര എഴുതിയോ? ഫാത്തിമ ജാബിർ, ഏദൻ, വൈഗ. എല്ലാരും എഴുതണേ, എഴുതിക്കൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം എഴുതി നിർത്തിയാ പോരട്ടോ. ഷഹൽ എഴുതിയിട്ടുണ്ട്. യാ ഇയ്യ. വെരി ഗുഡ്. ഡെൽവിൻ ബിജു എഴുതുന്നുണ്ടോ മോനെ? ഡെൽവിൻ ഇവിടെ നോക്കി എഴുതിയ ഇയ്യ. ഏബൽസിൻഡോ, മുഹമ്മദ് റഫാൻ, നൂഹ, അൻവിത. അൻവിത എഴുതിയോ? അൻവിത. ആദിയ മധു. അൻവിത എഴുതിയോ? ആയിഷ മാന എഴുതിയോ? ഐവിൻ, റിയാൻ ടി പി. ആദ്യത്തെ എഴുതിയിട്ടുണ്ട്. ആയിഷ മാന എഴുതിയിട്ടുണ്ട്. ആയിഷ എല്ലാം എഴുതിയ മോളെ? അയ്യ കൊറേ പ്രാവശ്യം എഴുതിയേ, നന്നായി എഴുതിയേ. ഐവിനെ എഴുതാൻ കിട്ടുന്നില്ലേടാ? യാ അറിയില്ലേ നിങ്ങൾ? നമ്മൾക്ക് എഴുതാം. യാ വ്യഞ്ജനാക്ഷരങ്ങളുടെ തയ്യാ. യാ രാ ലാ വാ തയ്യാ എഴുതുക അല്ലേ? യാ എഴുതാൻ അറിയില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഉള്ളിലേ എടുത്ത് പുറത്ത് യാ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഇച്ചാക്ക് നേരത്തെ ഇട്ടില്ലേ എഴുതുമ്പം അതേപോലെ തന്നെ എഴുതും. അപ്പൊ ഇയ്യ. ഓക്കെ, ക്ലിയർ? എഴുതി പഠിച്ചു എല്ലാവരും? ആദ്യക്കുട്ടി എഴുതിയ ആദ്യക്കുട്ടി കുറെ പ്രാവശ്യം. ആദ്യം തന്നെ മിസ് വിളിച്ചത്. വേഗം എഴുതിക്കോ. ഷാസിൽ എഴുതി. ഓക്കെ. നൂഹ എഴുതിയോ? നൂഹ. ഷഹൽ എഴുതി. ഇല്ലായി എഴുതി ഷഹൽ. വെരി ഗുഡ്. ഓക്കെ. റിയാൻ വെരി ഗുഡ്. റിയാൻ. ഇവാന എഴുതിയോ? ഇവാന. റിയാൻ വെരി ഗുഡ്. എഴുതി.
ഓക്കെ, അപ്പൊ ഈ എല്ലാവരും പഠിച്ചോ? നെക്സ്റ്റ് വൺ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇല്ല. എഴുതിയോ? വെരി ഗുഡ്. നെക്സ്റ്റ് ഇല്ല. ലാ എഴുതണ്ടേ? ലാ എങ്ങനെ എഴുതുക? വെരി ഗുഡ് ഡെൽവിൻ. ലാ എഴുതുക, എന്നിട്ട് ഇങ്ങനെ എഴുതുക. ല ഇല്ല. ഇങ്ങനെയാ? ലാ എഴുതാൻ അറിയില്ലേ മക്കൾക്ക്? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഇല്ല. ലാ ഇല്ല. ഇങ്ങനത്തെ ഒരു ഇതാണ് ഇടേണ്ടത് അതിന്റെ അടിയിൽ. ലാ എഴുതി. ഓക്കെ, ലാ എഴുതുക, ഇങ്ങനെ എഴുതുക. ഇല്ല. കിട്ടുന്നില്ലേ ഇതിനെ? ഓക്കെ ഡെൽവിൻ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെ പഠിച്ചത്? കൂട്ടക്ഷരങ്ങളില് ഇയ, ഇല്ല, യ, യാ, ഇയ, ല, ഇല്ല. ഓക്കെ, വെരി ഗുഡ് നൂഹ. ആയിഷ ഇന്നൊന്നും പറയുന്നില്ല. ആയിഷ എഴുതിയില്ലേ? ഐവിൻ എഴുതിയ മോനെ? പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ് ഐവിൻ. റിയാൻ എഴുതിയില്ല. ഓക്കെ, വെരി ഗുഡ് റിയാൻ. ഓക്കെ, അപ്പൊ ല ഇല്ല. ലുബാബ, വെരി ഗുഡ് ലുബാബ. ഷഹൽ, വെരി ഗുഡ്. ഷഹൽ ഇൻകായു. നിഡാഷ എഴുതിയ മോളെ? ഫാത്തിമ ജാബിർ വെരി ഗുഡ്. അൻവിത, വെരി ഗുഡ് അൻവിത. നിഡാഷ, വെരി ഗുഡ്. ഇഷാനി ഷാനു, വെരി ഗുഡ്. അഹല്യ എഴുതിയോ? ഉമർ ജാഫർ, ആദിഷ്, വെരി ഗുഡ് ആദിഷ്. ആദിയ മധു, വെരി ഗുഡ്. ഐഷാമാന, വെരി ഗുഡ്. ഫാത്തിമ ജാബിർ, വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ കുറെ പ്രാവശ്യം എഴുതുന്നു, വെരി ഗുഡ്. കുറെ പ്രാവശ്യം എഴുതിയാലേ പഠിക്കാൻ പറ്റും. ഇഷാനി, വെരി ഗുഡ്. ഇഷാനിക്ക് എന്താ നിന്ന പ്രശ്നം? ഇഷാനി ഒന്നുമില്ല അല്ലെ? പഠിച്ചാ? എല്ലാവരും പഠിച്ചോ? വെരി ഗുഡ് ആയിഷാമാന. അഹല്യ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും എഴുതി തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി പഠിക്കാം അല്ലെ? എന്നാല് അറിഞ്ഞു പോവോ? എല്ലാം കൂടെ ഒരുപാടാവോ? അടുത്തത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? യാ, ഇയ, ല, ഇല്ല, വ. വാ എഴുതിയ മക്കള്? വാ എന്ന അക്ഷരം എഴുതിയേ. വാ. വാ അറിയുന്നല്ലേ നമുക്ക്? നമ്മള് ആദ്യം റാ, രാ, നാ, താ, പാ, വാ എല്ലാം പഠിച്ചല്ലേ? റാ എഴുതിട്ട് ഇങ്ങനെ വരച്ച് മുകളിൽ വാ. വാ കടിയില് നമ്മള് ചാക്കിട്ടതുപോലെ അല്ലെ? ഇപ്പൊ ഏതിനെ ഏതും വിട്ട പോലെ എഴുതി. ഇവാന ബിജു എഴുതിക്കോ. വാ, വാ. വാ എഴുതിയിട്ട് വവ്വാലിനെല്ലാം എഴുതുമ്പോ ഇങ്ങനെ എഴുതുന്നുണ്ട്. വാക്ക് നമ്മള് നേരത്തെ ഇതൊക്കെ യാക്ക് ഇട്ടത്. അപ്പൊ യാക്ക് നമ്മള് നേരത്തെ ഇട്ടതുപോലെ തന്നെയാണ് ഇടേണ്ടത് കേട്ടോ. ഇവിടെ വാ, വാ. വാ എഴുതുക ആദ്യം മക്കള്. ആദ്യം വാ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? അടിയിൽ വാ, വാ പറഞ്ഞോണ്ട് എഴുതണേ. വാ. ലുബാബ, വെരി ഗുഡ് ലുബാബ. ഫിനിഷ്. ആരാ? ആർക്കാ ഫിനിഷ് ആയത്? എല്ലാരും ഫിനിഷ്. ഇഷാനി എഴുതി, ഇവിടെ അഹല്യ എഴുതി, ആദ്യ എഴുതി, റൈക എഴുതി, നെക്സ്റ്റ് ലുബാബ എഴുതി. കൊറേ പ്രാവശ്യം എഴുതി മക്കളെ. ഉവ്വ, ഉവ്വ, ഉവ്വ എന്ന് പറഞ്ഞിട്ട് എഴുതി. പറഞ്ഞോണ്ട് സേ ആൻഡ് റൈറ്റ്. പറഞ്ഞോണ്ട് എഴുതിയേ. ഡെൽവിൻ എഴുത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഏബിൾസിൻഡോ, വെരി ഗുഡ്. അഹല്യ, ആദ്യ വേഗം എഴുതിയ. ആദ്യ എഴുതിക്കൊണ്ടിരിക്കണം, എന്നാലേ പഠിക്കും. ഓക്കെ ഫാത്തിമ ജാബിർ, വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോ എന്താ എഴുതിയത്? ഏതക്ഷരം എഴുതിയത് കൂട്ടക്ഷരങ്ങളില്? നമ്മൾ ഇന്ന് ഏതൊക്കെ അക്ഷരങ്ങൾ എഴുതി ഒന്ന് പറഞ്ഞു തന്നെ. ഇപ്പൊ ഉവ്വ ആദ്യം
ഫസ്റ്റ് വൺ ഏതായതിനി ഇയ. നെക്സ്റ്റ് ഇല്ല. അടുത്തത് ഇവ്വ അല്ലെ. ഇയ, ഇല്ല, ഇവ്വ. ഈ 3 കൂട്ടക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇയ, ഇല്ല, ഇവ്വ. അപ്പൊ ഏതൊക്കെ വേർഡ്സ് ഇതിൽ ഏതൊക്കെ പറഞ്ഞേ? ശയ്യ, ഇയ എന്നുള്ളത് ശയ്യ, ഇല്ല ഇല്ലം, ഇവ്വ വവ്വാൽ അല്ലെ. വവ്വാൽ. നെക്സ്റ്റ് ഇള്ളയാണ് പഠിക്കാനുള്ളത്. ഇള്ള. ള എഴുതുക എന്നിട്ട് ഒരു ള കൊണ്ട് എഴുതണം. സിമ്പിള് അല്ലെ. അടുത്ത എങ്ങനെയാ ഇള്ള? ഇള്ള എങ്ങനെ എഴുതുന്നുണ്ട് നോക്കിയേ. ഒരു ള എഴുതുക. നിങ്ങൾക്ക് അറിയാലോ ള. മിസ് ഇത് കളയുന്നു. അടുത്ത് എഴുതാൻ വേണ്ടിയാണ്. ള. ള എഴുതിയേ മക്കള്. ള. എന്നിട്ടോ ഒരു ളയും കൂടെ അവിടെ എഴുതിയാ മതി. അപ്പൊ എന്തായി? ഇള്ള. അടുത്തതിനെ മിസ് എഴുതി ഭംഗി എഴുതാം. ഒന്നുകൂടി എഴുതരാം. എന്താണ് ആയിഷക്കുട്ടി മടുത്തോ? ഇള്ള. ഞാൻ എഴുതിയത് ഭംഗിയില്ല. അൻവിതക്കുട്ടി വെരി ഗുഡ്. ഇള്ള. ള എഴുതുക. ദോശ ചുടുന്നത് മൂക്കറിയും. ശീശു എന്നൊരു രണ്ടൊച്ച. ദോശ ചുടുന്നത്. ദോശ ചുടുമ്പോഴുള്ളൊച്ച. ഇള്ള അല്ലേ. അവിടെ ഇള്ള ഉണ്ട്. ദോശ ചുടുന്നത് കാതറിയും. ദോശ ചുടുന്നത് മൂക്കറിയും. അപ്പൊ അവിടെ ഇള്ള കണ്ടോ? ചുടുമ്പോഴുള്ളൊച്ച എന്നിട്ട് ഇള്ള അല്ലെ. ഇള്ള. എങ്ങനെ ഇള്ള ഇതിന്റെ ഒരു ള എഴുതുക, അടുത്തൊരു ളയും കൂടെ എഴുതുക. അത്രേ പണിയുള്ളൂ. അടുപ്പിച്ചെഴുതണേ ഉള്ളൂ. ഇള്ള. ഓക്കെ മക്കൾ പഠിച്ചോ? ഓക്കെ. അവിടെ ഉള്ളോ കണ്ടോ നിങ്ങള്? ദോശ ചുടുമ്പോഴുള്ളൊച്ച. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഏതാ വാക്ക് പഠിച്ചത്? വെള്ളം. വാട്ടർ. വെള്ളം. ഇള്ള. വെള്ളം അല്ലേ. ഇള്ള. വെള്ളം. ഉള്ളം. ഉള്ളി. ഉള്ളി. ആ പിന്നെ വെള്ള. വൈറ്റ് അല്ലേ. വെള്ള. ആയിഷക്ക് ചിരി വരുന്നു ഞാൻ എഴുതിയത് കണ്ടിട്ട് ഇല്ലേ ആയിഷ? ഓക്കെ. അപ്പൊ തള്ളൽ. വെള്ളം. ഉള്ള്. ഉള്ളം അല്ലെ. തള്ളൽ. ഇതെല്ലാം ഉള്ള എന്ന ഈ കൂട്ടക്ഷരമാണ് ഉപയോഗിച്ച് എഴുതേണ്ടത് അല്ലെ. ഓക്കെ. നെക്സ്റ്റ് ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇറ്റ. റാ എഴുതുക. ഒരു കുഞ്ഞു റായും കൂടെ അടിയിൽ എഴുതേണ്ടതാണ്. അപ്പൊ ഉള്ള എഴുതി കഴിഞ്ഞാ മക്കള്? അവിനെ ഉറക്കം വരുന്നുണ്ടടാ. ഷാരുല്ലേ നമുക്ക് കുറച്ചു നേരം കൂടെ ഉണ്ടാവും. ഇനി ഏതാ? പാറ്റാന്ന്. ഇറ്റ. ഇറ്റ എങ്ങനെ എഴുതി നോക്കിയേ? റാക്ക് റാന്നല്ല പറയല് കേട്ടോ. ഇറ്റ എന്നാ പറയലേ. 2 റായാണ്. ഇറ്റ. ഇതാണ്ടോ ഒരു റായ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു റായും കൂടെ താഴെ എഴുതണം. ഇതുണ്ടോ? അതിലെഴുതി നല്ല ഭംഗിയുണ്ട്. നിശ്ചയിച്ച് ഭംഗിയില്ല. 2 റാ. ഓക്കെ വെരി ഗുഡ് അൻവിത. ഇറ്റ. 2 റായാണ്. ഒരു റായ എഴുതുക. അതിന്റെ താഴെ ഒരു റായും കൂടെ എഴുതുക. അതാണ് ഇറ്റ. എന്താ വായിക്കുക? ഓക്കെ. ഇറ്റ. മക്കളെ ഫിലിസൺ ഇതെന്താ വായിക്കുക? ഇറ്റ. ഇറ്റ. ഓക്കെ. ഇറാന്നല്ല കേട്ടോ. ഇറ്റ എന്നാണ് വായിക്കുക. ഇള്ള. മുകളിലത്തത് ഇള്ള. അപ്പൊ ഇറ്റ. പാറ്റ അല്ലേ. പിന്നെ ഏതാണ്? പിന്നെ ഏത് എക്സാമ്പിൾ അറിയാം? ഇറ്റ വെച്ചിട്ട് ഒരു വേർഡ് പറഞ്ഞേ. കറ്റ. വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് മുറ്റം. വെരി ഗുഡ്. മുറ്റം. മുറ്റം അല്ലേ നമ്മുടെ മുറ്റം.
പൂമ്പാറ്റ. കാറ്റ്. വെരി ഗുഡ്. കാറ്റ്. ഇറ്റ. തീറ്റ. വെരി ഗുഡ് വൈഗ. തീറ്റ. ചിറ്റ അല്ലെ? ചിറ്റ വിളിക്കല്ലേ നമ്മള്. പിന്നെയോ മുറ്റം. വെരി ഗുഡ്. അപ്പൊ ഇറ്റ വെച്ച് കുറേയേറെ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇന്ന് നമ്മുടെ ഇയ, ഇല്ല, ഉവ്വ, ഇള്ള, ഇറ്റ ഈ 5 അക്ഷരങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഓർക്കണം, ഇള്ള വെള്ളം അല്ല, സോറി, അതിനു മുന്നേ ഇയ ശയ്യ, ഇല്ല ഇല്ലം, ഉവ്വ വവ്വാൽ, ഇള്ള വെള്ളം, ഇറ്റ പാറ്റ. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നെന്തൊക്കെ പഠിച്ചത്? ഇയ, ഇല്ല, ഉവ്വ, ഇള്ള, ഇറ്റ. ഇത്രയും കൂട്ടക്ഷരങ്ങളും കൂടെ നമ്മൾ പഠിച്ചു. അപ്പൊ ടോട്ടൽ എത്ര എണ്ണായി? ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ, ഇങ്ങ, ഇഞ്ഞ, ഇന്ന, ഇന്ന, ഇമ്മ. നെക്സ്റ്റ് ഇയ, ഇല്ല, ഉവ്വ, ഇള്ള, ഇറ്റ. ടോട്ടല് 15 കൂട്ടക്ഷരങ്ങൾ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓർമ്മയുണ്ടോ മക്കൾക്ക് എല്ലാവർക്കും? ഒന്നുകൂടി എഴുതണോ? അപ്പൊ ഇന്ന് പഠിച്ച എല്ലാരും എഴുതിയോ? അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മിസ് ഒന്നുകൂടി ഇവിടെ എഴുതിയാണ് മുഴുവനും. എഴുതിക്കോ എല്ലാവരും മിസ്സിന്റെ കൂടെ. ഇയ പറഞ്ഞുകൊണ്ട് എഴുതണം. സേ ആൻഡ് റൈറ്റ്. ഓക്കെ, സേ ആൻഡ് റൈറ്റ്. ഇയ. നെക്സ്റ്റ് ഇല്ല. ല എഴുതി അടിയിലിട്ടു. ഇല്ല, മറന്നു പോകരുത്. നെക്സ്റ്റ് ഉവ്വ. എഴുതി അടിയിൽ എന്തിടണം? ഇങ്ങനെ ഒരു സാധനം. നെക്സ്റ്റ് ഇള്ള വെള്ളം. നോക്കു മമ്മി. ഏത് മമ്മിയാ നോക്കാത്തെ? ഇള്ള. നെക്സ്റ്റ് ഇറ്റ. ഓക്കെ, ഇത്രയും കൂട്ടക്ഷരങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഇയ ശ്രദ്ധിക്കൂ. എവിടാ? ഇയ, ഇല്ല പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ എല്ലാവരും. ഉവ്വ, ഇള്ള, ഇറ്റ. ഒന്നുകൂടി. ഇള്ള, ഇറ്റ. ഓക്കെ ഓക്കെ. അൻവിത ഒന്ന് വായിച്ചേ. അൻവിത, ഏതൊക്കെ അക്ഷരങ്ങൾ? ഇതാ ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നൂഹ വായിച്ചേ. നൂഹ. ഇറ്റ. ഓക്കെ, നെക്സ്റ്റ് ആദിഷ് ഒന്ന് വായിച്ചേ. ആദിഷേ. ഇല്ല. ഓർമ്മിച്ചു വെച്ചു. ആദിഷേ. ഇറ്റ. ഇല്ല പറഞ്ഞോ? ഇറ്റ. ഓക്കെ, നെക്സ്റ്റ് ഐവിൻ. ഐവിൻ ജോസഫ്, പ്ലീസ് unmute and read. Okay, very good. Next, Ethan J. Matthew. Iya. Illa. Wa. Iya. Wa. Illa. Ita. Ita la cha. Okay. Next, Rian. Rian ഒന്ന് വായിച്ചേ. റിയാൻ, please unmute.
വായിച്ചേ. ഫസ്റ്റ് വൺ ഏതാ നമ്മള്? ഇയ, ഇല്ല, ഉവ്വ, ഇറ്റ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ് അടുത്തത്? അഹല്യ. ഇയ, ഇല്ല, ഇവ, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ആരാ നോക്കട്ടെ? അലുബാബ. വായിച്ചോ. ഇയ, ഇല്ല, ഇവ, ഇല്ല, ഇറ്റ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഏബൽസിൻഡോ. ഇയ, ഇവ, ഇല്ല, ഇവ, ഇറ്റ, ഇല്ല, ഇറ്റ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് റഫാൻ. വായിപ്പിക്ക റഫാൻ. വായിക്ക്. ഏതാക്ഷരം? ല അല്ലേ? ല. അപ്പൊ ഇതെന്താ വായിക്കും? ഇല്ല. നെക്സ്റ്റ് ഏതാ അക്ഷരം നോക്കിയ മോനെ? അത് തന്നെ പറഞ്ഞോ. ഇത് തൊട്ടത്. ഇത് പറഞ്ഞോ. അല്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഷാസിൽ. മുഹമ്മദ് ഷാസിൽ. ഓക്കെ, വെരി ഗുഡ്. ഇഷാനു. Yes, go. ഇഷാനി. ഓക്കെ, വെരി ഗുഡ്. ആദിയ മധു വായിച്ചോ. വായിച്ചോ. ഏത്? ഇയ, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത്? ജാബിർ വായിച്ചോ. ഫസ്റ്റ് വൺ ഇയ. ഓക്കെ, യെസ്, ഗോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവാന ബിജു. ഇവാന കുട്ടി വായിച്ചേ. നെക്സ്റ്റ് ക്ലിയർ ഇല്ല. ഇല്ല, ഇള്ള, ഇച്ച. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാ വായിക്കാനുള്ളത്? നൂഹ. നൂഹ. ഓക്കെ, വായിച്ചോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ന്യൂഹ. ന്യൂഹ വായിച്ചു അല്ലേ? ഓക്കെ, ഇനി ആരൊക്കെയുള്ളത്? ഇനി ആരാ ഉള്ളത് നോക്കട്ടെ. വായിക്കാത്ത ഡെൽവിൻ ബിജു. ഡെൽവിൻ. ഓക്കെ, വെരി ഗുഡ് റിയാൻ. ഡെൽവിൻ.
ഓക്കെ, വിളിക്കശതല്ലേ? ഇല്ല, ഇല്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഷഹൽ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കാനോ? എല്ലാരും വായിച്ചോ? ഇനി ആരൊക്കെ വായിക്കാനുള്ളത്? ഇനി നിഡാശയുണ്ട്. നെക്സ്റ്റ് ആരാ? ഷാസിൽ വായിച്ചോ? ഇല്ല. നിഡാശ വായിച്ചോ? നിഡാശ ഓക്കെ, വായിക്കാം. നിഡാശ ഫസ്റ്റ് വണ്ടോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഉമർ ജാഫർ. ഓക്കെ, ഇനി ആരൊക്കെയാ വായിക്കാനുള്ളത്? എല്ലാരും വായിച്ചോ? ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ കഴ്സീവ് ബുക്കില് ഈ ഭാഗങ്ങൾ എഴുതണം കേട്ടോ. ഇല്ല, ഉള്ള, ഇറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി അത് വായിക്കാം. അതിൽ കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇണ്ട, ഉമ്പ ആണ്. ബാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നത് വായിക്കാം. ചക്ക, പൂച്ച, പട്ടം, തത്ത, അപ്പം, ശയ്യ, മൂങ്ങ, മഞ്ഞൾ, കണ്ണ്, ഒന്ന്, അമ്മ, ഇല്ല, ഇല്ലം, വവ്വാൽ, വെള്ളം, പാട്ട്. അല്ലെ? നമുക്ക് കുറച്ച് 5 കൂടെ നാളെ നമുക്ക് പഠിക്കാം. അടുത്ത ദിവസം പഠിക്കാം 5. അപ്പൊ ഇതുവരെയുള്ളത് ഇക്ക, ഇച്ച, ഇട്ട, ഇട്ട, ഇപ്പ, ഇങ്ങ, ഇഞ്ഞ, ഇന്ന, ഇന്ന, ഉമ്മ, ഇയ, ഇല്ല, ഉവ്വ, ഉള്ള, ഇച്ച. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും കൂട്ടക്ഷരങ്ങള് മക്കള് പഠിച്ചു നോക്കണം കേട്ടോ. എഴുതിക്കൊണ്ടിരിക്കണം, പഠിച്ചു നോക്കണം. ഇനി 5 കൂടെ പഠിച്ചാൽ നമുക്ക് ആ കൂട്ടക്ഷരങ്ങൾ നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ള ഭാഗങ്ങള് കഴിയും. നെക്സ്റ്റ് നമുക്ക് അതിന് താഴെയുള്ളത് പദകളത്തിൽ നിറം നൽകുക എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം അതും പഠിക്കാം. അടുത്ത ദിവസം നമുക്ക് 5 പഠിച്ചതിന് ശേഷം മറ്റേത് പഠിക്കാം. ആ വർക്ക് മക്കൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നോ? പദകളത്തിൽ നിറം നൽകുക എന്നുള്ളത് എന്താണെന്നറിയോ? മരങ്ങൾക്ക് പച്ച, പൂക്കൾക്ക് മഞ്ഞ, മൃഗങ്ങൾക്ക് ചുവപ്പ്, പക്ഷികൾക്ക് നീല എന്നീ ക്രമത്തിൽ നിറം നൽകാനാണ് പറയുന്നത്. അപ്പോ അതിൽ കുറച്ച് എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്? മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇത് കണ്ടുപിടിച്ച് നിങ്ങള് ഓരോന്നിന്റെ കളർ ചെയ്യണ പറഞ്ഞിട്ടുള്ളത്. തെറ്റ് ചെയ്യാൻ പാടില്ല. മക്കൾക്ക് എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിന് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ തെറ്റാതെ ചെയ്യുമെങ്കിൽ മക്കൾ വീട്ടിൽ നിന്ന് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നമുക്ക് ബാക്കി കൂട്ടക്ഷരങ്ങൾ പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണേ. കൂട്ടക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ബൈ ബൈ, സി യു, ബൈ. ഓക്കെ, ബൈ, സി യു. അതിന്റെ പിന്നെ ഓക്കെ, ബൈ.